നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 1 വാട്ട് ഹൈബ്രൈറ്റ് LED ഉപയോഗിച്ചുള്ള ഒരു സിമ്പിളായിട്ടുള്ള എമർജൻസി ലൈറ്റ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകൽ കറണ്ട് പോയാൽ അവൻ കത്തില്ല, രാത്രിയാണെങ്കിൽ മാത്രമേ കത്തുള്ളൂ. അതായത് ഇരുട്ടത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു എമർജൻസി ലൈറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സെയിം എമർജൻസി ലൈറ്റിന് സിമ്പിളായിട്ടുള്ള 1 വാട്ട് 2 1 വാട്ട് ഹൈബ്രൈറ്റ് LED ഉപയോഗിച്ചുള്ള സർക്യൂട്ട് തന്നെയാണ്, സെയിം സർക്യൂട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡാർക്ക്നെസ് സെൻസർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അത് കാരണം പകലാണെങ്കിലും കറണ്ട് പോയാലും ഇവൻ കത്തി കിടക്കുക. അതിനുവേണ്ടി നമ്മളൊരു സ്വിച്ചൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊരു ഡാർക്ക്നെസ് സെൻസർ സർക്യൂട്ടും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സെയിം സർക്യൂട്ട് തന്നെയാണ്. ഏത് വർക്ക് ചെയ്യണ കറണ്ട് പോയാൽ വർക്ക് ചെയ്യുന്ന സർക്യൂട്ട് അത് വളരെ സിമ്പിളായിട്ട് റിലേ വെച്ച് നമ്മൾ കണക്ട് ഉണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ ഡാർക്ക്നെസ് സെൻസർ സർക്യൂട്ടും കൂടെ ആഡ് ചെയ്ത് ഈ സർക്യൂട്ടുമായിട്ട് വെച്ച് കണക്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഇതൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആവും. അപ്പോൾ നമുക്ക് ആദ്യം സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. സ്വിച്ചിങ് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കി. നമുക്കിനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അത് ജസ്റ്റ് ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ നല്ല ടിക് ടിക് സൗണ്ട് കേൾക്കാം. അത് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്തോണേ. ഇത് ലാപ്ടോപ്പിൽ നിന്ന് ഇളക്കിയെടുത്ത 3000 mAh ഒരു ലിത്തിയം ബാറ്ററിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 2000 mAh 18650 ടൈപ്പിലുള്ള ബാറ്ററി. ഏത് ബാറ്ററി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ബാക്കപ്പ് ടൈം കൂടും. അപ്പം കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ 18650 ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ചാർജിങ് മോഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ചാർജിങ് മോഡ്യൂളിൻ്റെ ഈ B+ഉം B- എഴുതിയിരിക്കുന്ന അടുത്താണ് നമ്മൾ ഈ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഈ ചാർജിങ് മോഡ്യൂൾ ഉള്ളതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജോ ഓവർ ചാർജോ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാരണം അതെല്ലാം ഇവൻ ബ്ലോക്ക് ചെയ്യും. ഇവൻ വളരെ ബാറ്ററിയെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് TP4056 എന്ന് പറഞ്ഞ ഈ സാധനം.
നമുക്കിവിടെ 2 സെക്ഷനായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്വിച്ചിങ് സെക്ഷനും പിന്നെ ഒരെണ്ണം ഡാർക്ക്നെസ് സെൻസർ സെക്ഷനും. അപ്പം സ്വിച്ചിങ് സെക്ഷൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് പവർ കണ്ട നേരെ എടുത്ത് റിലേയുടെ കോയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ റിലേയുടെ കോയിൽ കൊടുത്തിരിക്കുമ്പോൾ എന്ത് പറ്റും, റിലേ എപ്പോഴും എനർജൈസ്ഡ്. അപ്പോൾ ഇൻപുട്ടിൽ പവർ ഉള്ളപ്പോഴല്ല റിലേ എനർജൈസ്ഡ്. അപ്പം സെൻറ്റർ പിന്ന് നേരെ നോർമലി ഓപ്പൺ ടെർമിനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒന്നും സംഭവിക്കില്ല, ബാറ്ററി മാത്രം ചാർജിങ്ങിലായിരിക്കും. അടുത്ത കറണ്ട് പോകുമ്പോൾ എന്ത് പറ്റും, റിലേ ഡി എനർജൈസ് ആവുകയും സെൻറ്റർ പിന്ന് നേരെ എടുത്ത് നോർമലി കണക്റ്റഡ് പിന്നിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ സെൻറ്റർ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ പോസിറ്റീവാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നോർമലി കണക്റ്റഡ് പിന്നിൽ നമ്മൾ LED കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LED കത്തും. അപ്പം അതാണ് സർക്യൂട്ട്. അപ്പം ഈ LED കത്തുന്ന അവിടെ നമ്മൾ 3 സാധനം കൊടുത്തു. ഒരു സ്ലൈഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 1N4007 ഡയോഡ് കൊടുത്തിട്ടുണ്ട്, 2 1 വാട്ടിൻ്റെ LED കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയോഡ് എന്തിനാണ് കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ഒരു 0.7 വോൾട്ടിൻ്റെ ഒരു ഡ്രോപ്പ് വരാനാണ്. കാരണം എന്ന് വെച്ചാൽ LED മാക്സിമം വോൾട്ടേജ് 3.4 വോൾട്ട്, ബാറ്ററിയുടെ വോൾട്ടേജ് 4.2 വോൾട്ട്. അപ്പോൾ അവിടെ ഒരു ഡ്രോപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ആ ഡയോഡ് യൂസ് ചെയ്യണം. അപ്പം LED കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ ഒരു സ്വിച്ചിങ് സെക്ഷൻ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം കണ്ട ഞാൻ ഓൺ ചെയ്തോണ്ട് LED കത്തി. കാരണം വെച്ചാൽ നമ്മൾ ഇൻപുട്ടിൽ പവർ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഞാൻ പവർ കൊടുക്കുന്നതും LED അണഞ്ഞത് കണ്ട. ആ ബ്ലൂ ലൈറ്റ് കത്തുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി എന്ന് വെച്ചാൽ ഫുള്ളി ചാർജ്ഡാണ്. കാരണം ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് അത് എപ്പോഴും ചാർജ്ഡ് തന്നെ ആയിരിക്കും. ഇപ്പോൾ പവർ ഓഫ് ചെയ്തതും ഇവൻ കത്തി. അപ്പം ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, ഡാർക്ക്നെസ് സെൻസിങ് ഇല്ല. അത് കാരണം പകലായാലും രാത്രിയായാലും എല്ലാം ഇവൻ കത്തിക്കിടക്കും. അപ്പം നമുക്കിനി കണക്ട് ചെയ്യേണ്ടത് ആ ഡാർക്ക്നെസ് സെൻസർ സർക്യൂട്ടാണ് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ആ സർക്യൂട്ട്. ഇതിനകത്ത് BD140 എന്ന് പറഞ്ഞ PNP ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നമ്മളൊരു LDRും കണക്ട് ചെയ്തിട്ടുണ്ട്, 100Kയുടെ ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്, പ്രീസെറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. 100Kയുടെ പ്രീസെറ്റ് ആ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ നേരത്തെ എന്ത് ചെയ്തു, റിലേയുടെ ഔട്ട്പുട്ട് പിടിച്ച് ഡയറക്റ്റായിട്ട് LED കണക്ട് ചെയ്തു. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ആ LED കണക്ട് ചെയ്ത് അടുത്ത് ഈ സർക്യൂട്ടിൻ്റെ പോസിറ്റീവ് സപ്ലൈ പിടിച്ചാൽ കൊടുക്കും. അപ്പോൾ അതെന്ത് പറ്റും, ഒരു ഡാർക്ക്നെസ് സെൻസർ സർക്യൂട്ടും കൂടെ ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയി കഴിയും. അതായത് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി ഉള്ള സർക്യൂട്ടിനെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു 2 കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. കാരണം അതുകൊണ്ടാണ് ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. കാരണം സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണെന്ന്. ഇനി നമുക്ക് 2 സർക്യൂട്ടിനെയും തമ്മിൽ ഒരുമിപ്പിക്കണം. അപ്പോൾ നേരത്തെ ഈ ഡയോഡ് ഈ സ്വിച്ചിൻ്റെ ഇവിടെയാണ് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രീൻ വയർ എടുത്തിട്ട് ആ ഗ്രീൻ വയറിനെ നേരെ എടുത്ത് ആ BD140 ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ, അതായത് പ്ലസ് 3.7 വോൾട്ട് എന്ന് എഴുതിയിരുന്നില്ലേ, ആ ഒരു ടെർമിനലിൽ ഞാൻ കണക്ട് ചെയ്യണം. അപ്പം അതിനെ പവർ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ കളക്ടറിൽ ഞാൻ ആ LED കണക്ട് ചെയ്യും. അപ്പം ഈ 2 സർക്യൂട്ട് ഒരുമിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു എമർജൻസി ലൈറ്റ്, അതും ഡാർക്ക്നെസ് സെൻസ് ചെയ്ത് കത്തുന്ന ഒരു എമർജൻസി ലൈറ്റായിട്ട് മാറും ഈ സർക്യൂട്ട്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിതിന് ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്യാം. ഏത് മോഷൻ സെൻസർ സർക്യൂട്ട്, അതും കൂടെ ആഡ് ചെയ്താൽ രാത്രി ആയാലും കത്തൂല. രാത്രി ആളനക്കം ഉണ്ടെങ്കിൽ മാത്രമേ അവ കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിനെ വലിയൊരു സർക്യൂട്ടാക്കാം. ഇതാണ് നമ്മുടെ സ്വിച്ചിങ് സർക്യൂട്ടും ഡാർക്ക്നെസ് സെൻസർ സർക്യൂട്ടും കൂടെ ഒരുമിപ്പിച്ചുള്ള ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ടുള്ള സർക്യൂട്ട്. പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബ്ലൂ LED കത്തുന്നുണ്ട്, LED കത്തുന്നില്ല. ഞാൻ പവർ ഓഫ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബ്ലൂ LED ഓഫ് ആവുന്നുണ്ട്, പക്ഷേ LED കത്തുന്നില്ല. കാരണം എന്താ, പകൽ ടൈം ആയതുകൊണ്ട്. ഇനി ഞാൻ റൂമിലെ ലൈറ്റ് അങ്ങ് അണയ്ക്കാം, അപ്പോഴത്തേക്ക് ഇവൻ കത്തും. കണ്ടാ, റൂമിലെ ലൈറ്റ് അണച്ചപ്പം പവർ ഓഫ് ചെയ്യുമ്പോൾ ഇവൻ കത്തുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.